അങ്ങനെ ഞങ്ങൾ ഇടുക്കിയിലെത്തിയിരിക്കുകയാണ്. മലകളും കാടുകളും കുന്നുകളും ഒക്കെ കാണാൻ ഞങ്ങളങ്ങനെ ഇടുക്കിയുടെ സൗന്ദര്യം നുകരാൻ ഞങ്ങളങ്ങനെ പോവുകയാണ് ഗൈസ്. കാന്തല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. മുമ്പ് മൂന്നാർ ഒക്കെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. 15 ദിവസം മൂന്നാറെത്തിരിക്കുകയാണ്. ഈ കാണുന്ന മരങ്ങൾ ഇതാണ് സിൽവർ റോക്ക് ട്രീ. ഈ ടീ പ്ലാന്റിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് കാണാനാണ് ഈ ടീ പ്ലാന്റിന്റെ നടുക്ക് ഇങ്ങനെ ഓരോ മരങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതാണ് സിൽവർ റോക്ക് ട്രീ. ഇത് സൂര്യപ്രകാശം അടിക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ സിൽവർ കളറായിട്ട് അടിക്കും. പക്ഷെ ആ സിൽവർ കളർ ആയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഇലച്ചെടികൾക്ക് ആവശ്യമില്ല. രണ്ടാമത് ഈ സിൽവർ റോക്ക് ട്രീക്ക് 15 മീറ്ററോളം അതിൻ്റെ റൂട്ട്സിന് ലെങ്ത് ഉണ്ട്. ഈ റൂട്ട്സിൽ മുഴുവനും ഇങ്ങനെ വെള്ളം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ടീ പ്ലാന്റ്സിനൊക്കെ ഇതിനെയാണ് അബ്സോർവ് ചെയ്യുന്നത്. താഴത്ത് കാണുന്ന ചിത്തിരപുരം എന്ന സ്ഥലത്താണ് അവിടെ പവർ ഹൗസ് നിൽക്കുന്നത്. ആ പവർ ഹൗസിൽ റോഡിന്റെ പേരാണ് ധനുഷ്കോടി ദേശീയപാത. പക്ഷേ ഈ ദേശീയപാത ഒരു 3-4 വർഷം മുമ്പ് വളരെ നാരോ റോഡായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് ഫിനിഷ് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ ഈ ടീ പ്ലാന്റ്സിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെല്ലാവരും തമിഴ്നാട്, തേനി, കമ്പം ആ ഭാഗത്തുള്ളവരാണ്. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗം കേരളത്തിൻ്റെ അല്ലായിരുന്നു, തമിഴ്നാടിൻ്റെതായിരുന്നു. അപ്പോൾ തൊഴിലാളികളെല്ലാവരും തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ നമ്മുടെ ഈ മൂന്നാർ വന്നാൽ ഒരു 90% പീപ്പിൾ സംസാരിക്കുന്നത് തമിഴാണ്. മലയാളം സംസാരിക്കും, പക്ഷെ അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തമിഴാണ്. ബോത്ത് ലാംഗ്വേജ്. അപ്പോൾ ഈ 2 ലാംഗ്വേജാണ് ഇവർ സംസാരിക്കുന്നത്. അതിൽ കണ്ട മുന്നിൽ റൈറ്റ് സൈഡിൽ പെരിയനികൾ ടീ ഫാക്ടറി, ടാറ്റയുടെ ഫസ്റ്റ് ടീ ഫാക്ടറിയാണ് കാണുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്നല്ല, നമ്മുടെ ഈ ഡയറക്ഷനിൽ ആദ്യം കാണുന്ന ടീ ഫാക്ടറിയാണ് കാണുന്നത്. അവിടെയാണ് ഇവിടെ ഏതാണ്ട് ഓൾമോസ്റ്റ് 17 ഫാക്ടറി ഉണ്ട്. ഈ 17 ഫാക്ടറി എന്നെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഡംപ് ചെയ്തിട്ടാണ് നമ്മുടെ കൊച്ചിയിൽ ഷിപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാക്കിംഗ് സെക്ഷനാണ്. ഓട്ടോറിക്ഷ പോകാത്തൊരവസ്ഥയാണ്. കാര്യം പറഞ്ഞാൽ അതിന് ഇച്ചിരി ഉള്ളിലാണ്. പക്ഷെ ഞാനൊക്കെ അതിൽ പോയെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ 1 കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പോകുന്നത് കോതമേട് വ്യൂ പോയിന്റ് ആണ്. കോതമേട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്തിനാണ് ഈ കോതമേട് എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യൂ പോയിന്റ് കോതമേട് വ്യൂ പോയിന്റ് എന്നാണ്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നത് അത് വൈദ്യുതി വരുന്നതാണ്. ഇവിടെ എസൻസ് എടുത്തിട്ട് ഇത് പേപ്പർ പൾപ്പാക്കിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ യൂക്കാലിപ്സ് മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എന്നതാണ്, ഇത് മറ്റുള്ള മരങ്ങളെ വളരാൻ അനുവദിക്കുകയാണ്. കാര്യം ഇത് ഒരു മരത്തിന് ഏതാണ്ട് ഒരു 15 ലിറ്റർ വെള്ളമെങ്കിലും വേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഡെഡായിപ്പോയി. ഇവ മാത്രം അങ്ങോട്ട് വളർന്നു നീക്കി. അങ്ങനത്തെ സാധനമാണ് ഈ യൂക്കാലിപ്റ്റസ് മരങ്ങളെന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ വ്യൂ ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് പോകണം. അപ്പോൾ ഈ റോഡിൻ്റെ കൊച്ചി ധനുഷ്കോടി റോഡിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഇത് ഇത്രയും ഇത് നമ്മൾ ഓപ്പോസിറ്റാണ് ഈ പോകുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്നത് ഭയങ്കര രസമാണ് ഇതിൻ്റെ വ്യൂ കാണാനായിട്ട്. രാത്രിയൊക്കെ സന്ധ്യക്കൊക്കെ നിന്നാൽ ഭയങ്കര ലൈറ്റിങ് ഈ ടണലിലേക്ക് പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണാം, അവിടെ ബുദ്ധിശക്തി ഉത്പാദിപ്പിക്കാനുള്ള ഇവിടുത്തെ പഞ്ചായത്താണ്, ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ ഈ ട്രക്കിംഗ് ഒക്കെ കൊടുക്കും. മനസ്സിലായില്ല? ഞങ്ങളങ്ങനെ കാന്തല്ലൂരെത്തിയിരിക്കുകയാണ്. ഇച്ചിരി വെള്ളം എടുക്കുന്നത് അതിസുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലകൾ,
മലകളുടെ ഭംഗി അതിസുന്ദരമാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ മുനിയറയിലെത്തിയിരിക്കുകയാണ്. വെയിലുണ്ട്, എന്നാലും മലകളിലേക്ക് ഭംഗി, വളരെ സുന്ദരമായ കാഴ്ചകളാണ്. കേശവൻ പാറ. കേശവൻ പാറ പോലുണ്ടല്ലോ. അതെ, കേശവൻ പാറയാണ്. കേശവൻ പാറയാണ്. ചേട്ടൻ്റെ കൈ പിടിച്ചോ. എടാ ഇങ്ങോട്ട്. മുനിയറയിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ കുഴിയുണ്ട്. എടാ ചൂടാനപ്പിണ്ടം, എടാ ചൂടാനപ്പിണ്ട ആരാ ഇതിന്റെ ഇടക്കട വരും? ഇപ്പഴ പോയിട്ടുണ്ട് കേട്ടാ. കാട്ടാനുണ്ട്, കാട്ടാനുണ്ട്. നീ വല്ലതും അറിയുന്നുണ്ടോ? നീ വല്ലതും അറിഞ്ഞിട്ടാണോ കേൾക്കണത്? ഇതാണ് മുനിയറ. ഉണ്ണി കൊച്ചുവല്ല പറയില്ലേ? തപസ്സിരുന്നാണ്. കണ്ടവര് മാറ്, ഞങ്ങളൊന്ന് കാണട്ടെ. ഒന്ന് തലമുട്ടല്ലേ? ആ മായയുടെ നടു മാത്രമല്ല, മായയുടെ തലയും പ്രശ്നമായിട്ടുണ്ടാകും. തപസ്സിന് സ്ഥലം. ഇവിടെ വന്ന് തങ്ങി മറിഞ്ഞു പോയെന്നുള്ളതാണ് മറയൂർ. പിന്നെ ഗവൺമെന്റ് പറഞ്ഞ ടോൾമെന്റ് പൊക്കം കുറഞ്ഞ മത്സരം മിനിമാറ് താമസം എന്ന് പറയണം ഗവൺമെന്റ് പറയണത്. അങ്ങനെ 2-3 വിധമായിട്ട് പറയുന്നുണ്ട്. 5000 വേണ്ടി ഏതാണ് നമ്മൾ തെളിവായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. 5000 എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തച്ഛ എത്ര തലമുറയാ അങ്ങനെ. എന്നിട്ട് ഇവിടെ ആ കളി നെല്ലിന് തിരിച്ച് ആന കയറിവിടാൻ നിങ്ങൾ വണ്ടിയിട്ടുണ്ട്. ചുരുങ്ങിയ ടൈമിങ് അവിടെ വരുമ്പോൾ ഇടവഴി പോകുമ്പോൾ വടക്കയില് ഒരു പാറ വിടവിൽ കല്ല് വാരിക്കണം കോട്ട കെട്ടിയിരിക്കാം. അതുകൊണ്ട് ആനക്കോട്ടം. നിങ്ങൾ വരുമ്പോൾ കാന്തല്ലൂർ പഞ്ചായത്ത് വെൽക്കൊന്നൂർ ആഴ്ചക്കൂടി കയറി വന്ന പാളത്തിൽക്കൂടി കയറി വരുമ്പോൾ വളർത്തയിൽ ഒരു ഇണ്ട് ക്ഷേത്രമുണ്ട്, തെങ്കാസിനാഥൻ്റെ ഉണ്ട്. അവിടെ നിന്ന് മാതിരി മീനാച്ചമ്മൻ ടെമ്പിളിന് സ്വർണ്ണമുണ്ട്, കടവ്. അത് രാവിലെ 5 മണി മുതൽ 11:30 വരെ, വൈകുന്നേരം 4 മണി 7 മണി വരെ അമ്പലം തുറന്നുണ്ടാവും. നിങ്ങൾ പോയാൽ കള്ളാണോ ഓണയാണ് നിങ്ങൾ ചെയ്തിട്ട് 12 സന്നദ്ധയ്ക്ക് മുമ്പ് നമ്മുടെ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ 12 സന്നദ്ധയ്ക്ക് മുമ്പ് മധുര കണ്ണയാൾക്ക് മധുര തികറ്റിയപ്പോൾ അവിടെ നിന്ന് ഓടി വന്നു മൊത്തം ഒരു ഗ്രാമത്തുകാർ. അവിടെ ഇവിടെ വന്ന് പ്രാമിസ് ചെയ്ത് പാലൊഴിച്ച് പ്രാമിസ് ചെയ്ത് പല ജാതി പല സമുദായക്കാരും നമ്മളെല്ലാം ഒറ്റക്കെട്ടിൽ ഒരേ ജാതി ഒരേ മതം ഹിന്ദു വെല്ലാളൻ ഇല്ല. അവർ വീഡിയോകളെടുക്കാൻ ഗൈസ്, ഇവിടെ 2-3 മുനിയറകളുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റാണ് ഗൈസ്. രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് തള്ളയില്ലേ? ഇതിന് തള്ള അടുത്തങ്ങനെ കാണുമല്ലോ.
അയ്യോടെ വല്ലതും കിട്ടുമെന്ന് ഓർത്തു. എടാ ഞാൻ പട്ടിണി എടുത്തോ അത് ഞാൻ പട്ടിയായിട്ട് വൈകാരി ബന്ധമില്ലല്ലോ സമ്മതിക്കൊന്നുമില്ല. ഉണ്ടോ ഞാൻ തീറ്റ തേടി പോയിരിക്കും. അത്